സുനിൽ, അതായത് ഞായറാഴ്ച കൂടി ഇത്തരത്തിൽ വ്യാപകമായിട്ട് ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുള്ള ഒരു ജനകീയ തിരച്ചിൽ തുടരും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി എത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടായി. എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് സുനിൽ? ഫാരിഷ, ഇന്ന് പ്രഖ്യാപിച്ച ജനകീയ തെരച്ചിൽ അത്രമേൽ ഫലം കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം 190ഓളം പേർ ഇവിടെ തെരച്ചിലിനായി രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷെ അതിൽ 47 പേർ മാത്രമാണ് ഇന്ന് തെരച്ചിലിനായി ഇവിടെ എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ മേഖലയിലൊന്നും ഒരാൾ പോലും ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്നിരുന്നില്ല. അതിൽ പല കാരണങ്ങളുണ്ട്. അതിന് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ ഇവിടെ താമസിച്ച് വളർന്ന നാടാണിത്. ആ നാട്ടിൽ പൂർണ്ണമായി ആ നാട് തകർന്നിരിക്കുന്നു. ഉറ്റവരും ഉടയവരും അയൽവക്കത്തുണ്ടായിരുന്നവരും ഒക്കെ അങ്ങനെ ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യരൊക്കെ ഇല്ലാതായിരിക്കുന്നു ഒരു ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. സ്വാഭാവികമായും ആ നാട്ടിലേക്ക് തിരികെ വരാൻ അവരനുഭവിക്കുന്ന ഒരു മാനസിക പ്രയാസമുണ്ട്, ഒരു സങ്കടമുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സർക്കാർ കുറേ കൂടി ഒരു ദിവസം കൂടി തെരച്ചിലിനെടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഇതിനൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തുന്നതിന് 24 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ പൂർണ്ണമായും SPG ടീം ഏറ്റെടുക്കും. അതായത് 11 മണി മുതൽ ഈ പ്രദേശം പൂർണ്ണമായും സുരക്ഷാ ടീമിൻ്റെ വലയത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ കാണുന്നത് സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന തെരച്ചിലാണ്. ഈ സന്നദ്ധ പ്രവർത്തകരുടെ തെരച്ചിൽ അടക്കമുള്ളവ 11 മണിയോടുകൂടി പൂർണ്ണമായും അവസാനിപ്പിക്കും. മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകളെ ഇവിടെ നിന്ന്, ഈ സ്ഥലത്ത് നിന്ന് മാറ്റും. അതിനുശേഷം ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം SPG ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ 11 മണിക്ക് ശേഷം നടത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ തന്നെ തെരച്ചിൽ ആരംഭിക്കുക. ഉച്ചവരെ തെരച്ചിൽ നടത്താം. പരമാവധി ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാം. മാത്രമല്ല ഈ മാനസികമായി ആരോഗ്യമുള്ള ആളുകളെ മാത്രം അതിലേക്ക് കൊണ്ടുവന്നാൽ മതിയെന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയും ചെയ്തു. എന്തായാലും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനൊപ്പം പറയേണ്ടത്. ഒന്ന്, കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനമാണ്. കേന്ദ്ര സംഘം കൽപ്പറ്റയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 10:30 മണിക്ക് അവിടെ കൽപ്പറ്റ കളക്ടറേറ്റിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസും MLA T സിദ്ദിഖും അടക്കമുള്ള ആളുകൾ അവരുമായി സംസാരിക്കും. ഇവിടുത്തെ വലിയ ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും പരപ്പുമൊക്കെ കേന്ദ്ര സംഘത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അന്നൊരു ആത്മവിശ്വാസമാണ് മന്ത്രി റിയാസ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ പങ്കുവച്ചത്. മാത്രമല്ല നാളെ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രി എത്തുന്നതിന് ശേഷം അദ്ദേഹം ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാക്കും അദ്ദേഹത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് റിയാസ് പറഞ്ഞത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ചാർട്ട്, അദ്ദേഹത്തിൻ്റെ യാത്ര സംബന്ധിച്ച ചാർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം നേരെ എത്തുന്നത് ഡൽഹിയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്ന അദ്ദേഹം അവിടുന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലേക്ക് എത്തും. കൽപ്പറ്റ SJM സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് ഹെലികോപ്റ്റർ എത്തുക. അവിടെ നിന്ന് റോഡ് മാർഗം താഴെ ഈ ബെയിലി പാലവും മറ്റും നിർമ്മിച്ചിട്ടുള്ള ചൂരൽമലയിലേക്ക് എത്തും. 12:15 അദ്ദേഹം ഈ ദുരന്ത ഭൂമിയിൽ എത്തുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും അതിനുശേഷം ഏതാണ്ട് 3 മണിക്കൂർ നേരം പ്രധാനമന്ത്രി ഈ ദുരന്ത ഭൂമിയിൽ ഇവിടെ ഉണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഒപ്പം വിവിധ ഈ പ്രളയത്തിൻ്റെ ഭീകരത ഉണ്ടായ വിവിധ പ്രദേശങ്ങളുണ്ട്, വിവിധ മേഖലകളുണ്ട്. അവിടെയൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തും. 3 മണിക്കൂർ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. 3 മണി വരെ ഇവിടെ പ്രധാനമന്ത്രി സന്ദർശനം തുടരുമെന്നാണ് നമുക്കിപ്പോൾ. 9 കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നാളെ 11:55 കൂടി വയനാട്ടിൽ എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും വലിയ ദുരന്തമെന്നുള്ള നിലയിൽ L3 ദുരന്തമായി പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം കേരളത്തിനുണ്ട്. നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി അത് എത്രത്തോളം അതിനുള്ളൊരു സാധ്യത തെളിയുമെന്നുള്ള കാര്യം നമുക്ക് ഉറ്റുനോക്കേണ്ടതാണ്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകുകയായിരുന്നു.